നമസ്കാരം. ബൈനോക്കുലർ ടോക്സ് കാവേരിയുടെ ഉത്സവം കാണാൻ പോവാ, തലക്കാവേരി. നിങ്ങളെ എങ്ങനെ ക്ഷണിക്കും കേട്ടോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാലേ കാസർഗോഡ് നിന്ന് പാണത്തൂർ എന്നുണ്ട്. പാണത്തൂർ ഒരു ചെറിയൊരു കാട്, ചെറിയ കാടെന്ന് പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ദൂരം. ആ ദൂരത്തോടെ നമ്മൾ പോകണേ. ഈ പോകുന്ന വഴി മൊത്തം വെള്ളച്ചാട്ടം കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം മഴയാണിപ്പം, പോരാത്തതിന് വെള്ളച്ചാട്ടം, നിരവധി വെള്ളച്ചാട്ടമുണ്ട്. ഞങ്ങൾ മൊത്തം ഒന്നും എടുത്തിട്ടില്ല, കുറേ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എടുത്തേക്കണേ എല്ലാ വെള്ളച്ചാട്ടം കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ കാണിച്ചു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തലക്കാവേരി കാണാൻ നിങ്ങളെ കൂടെ കൂട്ടി പോവാം. ബാ. ഇത് ഇവിടെ കൂടെ കഴിഞ്ഞാൽ പിന്നെ കാപ്പിത്തോട്ടമാണ്. ഈ കാപ്പിത്തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വാഗമണ്ഡല എന്ന സ്ഥലത്തോടെ ചേർന്നത്. ഈ വാഗമണ്ഡലം എത്തി. വാഗമണ്ഡലം ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് ആ ഓട്ടോ വരുന്നത് ആ സൈഡിൽ, അതായത് ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മൈസൂർ, വലത്തോട്ട് ഇപ്പോൾ നമ്മളൊരു ഓവർ ബ്രിഡ്ജ് കയറാൻ പോകും. നല്ല സൂപ്പർ ഓവർ ബ്രിഡ്ജ്. ആ ഓവർ ബ്രിഡ്ജ് കയറി. ഓവർ ബ്രിഡ്ജ് നല്ല ദീർഘമായിട്ടോ, ടൗണിൻ്റെ ഫുള്ള് നീളത്തിലുണ്ട്. ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞാൽ തലക്കാവിലോട്ട് കയറുന്നത്. ഓവർ ബ്രിഡ്ജ് അങ്ങോട്ട് മഴയുടെ ആധിക്യം അറിയണമല്ലോ. ഓവർ ബ്രിഡ്ജ് അങ്ങോട്ട് കുറേ അങ്ങ് ചെന്നപ്പോഴാണ് നമ്മൾ താഴെ ഒരു സംഭവം കണ്ടത് കേട്ടോ. ഓവർ ബ്രിഡ്ജിൻ്റെ നടുക്കെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ എന്നൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ അപ്പുറയും ഇപ്പുറയും താഴെവശം നിരന്ന് കിടക്കുന്ന വലിയൊരു പാർക്കാണ്. ഒരു പാർക്ക് കണ്ടോണം കേട്ടോ. ആ പാർക്ക് ഫുള്ള് വെള്ളം കയറി കിടക്കുക. ഭഗതീശ്വര എന്ന് നിൽക്കണം. ഏത് മൂർത്തിയാണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല. ഒരു ഭഗതീശ്വര ടെമ്പിളാണ്. ടെമ്പിളിൻ്റെ ഒരു കവാടമാണ് ഈ കാണുന്നത്. അതായത് അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനും പാർക്കും ഒക്കെയാണ്. ഈ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ നേരെ അപ്പുറത്താണ് കാണുന്നത് കേട്ടോ. അതാണ് കാണുന്നത് ഭഗതീശ്വര. എന്തോ മൂർത്തി എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. നമുക്ക് ഗണപതി മുരുകനൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഇത് കയറി കഴിഞ്ഞാൽ അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ 8 കിലോമീറ്റർ കയറ്റമാണ്. അതാണ് കാവേരിയുടെ ഉത്ഭവസ്ഥാനം. തലക്കാവേരിയിലോട്ട് പോകുന്ന റോഡ്. വഴി നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടാണ് ഇട്ടേക്കണേ. സൈഡൊക്കെ നല്ല, അതായത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്ത് വണ്ടി ചാടി പോയിരിക്കാൻ വേണ്ടി അവിടെ എല്ലാം റോഡിന് എവിടെ വരെ ഗ്യാപ്പുണ്ടോ അവിടെ വരെ നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത് ചേർത്തിട്ടിട്ടുണ്ട്. പിന്നെ വലിയ തിരക്കൊന്നുമില്ല, എപ്പോഴും വലിയ തിരക്കൊന്നുമില്ലാത്ത. പിന്നെ ഫുള്ള് കാലാവസ്ഥ മിക്കവാറും സമയങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് വലിയ വണ്ടിയൊന്നും വരുന്നുമില്ല. എന്നാൽ വലിയ വണ്ടി വരുന്നു പറഞ്ഞാൽ അടിച്ചുവിട്ട് പോവുകയും ചെയ്തത്. അപ്പോൾ നമ്മുടെ സമയം മോശമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച്. പക്ഷേ വഴി നല്ല വഴിയാണ്, നല്ല രസമാണ് കാണാൻ. അമ്പലം എത്തി. കാരണം വെച്ചാൽ മഞ്ഞിൻ്റെ യാതൊരുവിധ നമ്മളോട് ഒരു സഹകരണവും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗേറ്റൊന്നും കാണാൻ പറ്റിയില്ല. ഇവിടെ നിരവധി കടകളുണ്ട്. ഇറങ്ങാൻ എന്നെ ചെയ്യുമെന്ന് ആലോചിച്ചെന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ താരമായ നമ്മുടെ 100 രൂപ കോട്ടിനെ കണ്ടത് ഇട്ടുകൊണ്ട് പോകണം കേട്ടോ. പിന്നെ ഒന്നും തീരുമാനിച്ചില്ല. ഞങ്ങളും വാങ്ങിച്ചു 100 രൂപയുടെ പറഞ്ഞു. കോട്ടിട്ടുകൊണ്ട് പോകണം ഞാനാട്ടോ. അതുകൊണ്ട് മാത്രമല്ല, ആ കോട്ടിട്ടുകൊണ്ട് പോകുന്നത് ഞാനാണ്. ഇതാണ് തലക്കാവേരി കവാടം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇവിടെ പാലിക്കുന്നൊന്നുമില്ല. ഇവിടെ ചെരുപ്പെടുത്ത് വെക്കാൻ സ്ഥലമുണ്ട്. അവിടെ ചെരുപ്പ് വെക്കണം, ചെരുപ്പിട്ടുകൊണ്ട് പോകരുത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ 2 സ്ത്രീകൾ ചെരുപ്പിട്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോളമായിരുന്നു. അത് വേറെ കാര്യം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെരുപ്പ് നിന്നുകൊണ്ട് പോകല്. പിന്നെ അവർ എപ്പോഴും ചെക്ക് ചെയ്യും. മഴയായതുകൊണ്ട് അവിടെ അങ്ങനെ ആൾക്കാരധികം ഇല്ലായിരുന്നു. അവർ പ്രത്യേകം താഴേന്ന് പറഞ്ഞു വിടും. അവരതുപോലെ പൈതൃകമായിട്ട് സൂക്ഷിക്കുന്നതാണ്. പിന്നെ വീഡിയോഗ്രാഫിയൊക്കെ വളരെ കുറച്ചേ വാർത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അനുവാദമൊക്കെ ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ. നമ്മൾ ശബരിമലയും അതുപോലെ തന്നെ വലിയ വലിയ ക്ഷേത്രങ്ങളിലും പോകുമ്പോഴൊക്കെ ചെയ്തേക്കുന്നതല്ല ചെയ്തേക്കണേ. നല്ല നീളത്തിൽ പടിക്കെട്ട് പോണത്, 2 സൈഡിലും തിരക്കുള്ളപ്പോൾ ക്യൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടോ, നല്ല മൊത്തം നല്ല ഭാഗിയിട്ടേക്കണം. ഈ കയറി ഈ കുളം ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ കുളമാണ് കാവേരി. ഈ കാവേരിയുടെ ഉത്ഭവമാണ്. അപ്പുറത്തൊരു ഒരു ചെറിയൊരു ഇത് കാണുന്നുണ്ടല്ലോ, അതാണ് കാവേരിയുടെ ഉത്ഭവം. അവിടെ പൂജയുണ്ട്. നമുക്ക് അപ്പോൾ ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് കയറാം. നമ്മളങ്ങോട്ട് കയറിയിട്ട് വന്നിട്ട് നമുക്കിത് കാണാം. പക്ഷേ അവിടെ മുകളിലോട്ട് കടത്തി വിടില്ല കേട്ടോ. ഇതാണ് കാവേരി. ഇതിൻ്റെ താഴെ എന്ന് വെച്ചാലേ ഇവരോട് പൈപ്പൊക്കെ ഇട്ട് എന്തോ ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ താഴെ ഒരു ഒരു ആളിങ്ങനെ, അതായത് ഒരു മറ്റേ ഈ നമ്മൾ സ്തൂപങ്ങളൊക്കെ പണിയുന്നില്ല, ഒരു സ്തൂപം ചുവന്നുകൊണ്ടിരിക്കുന്ന പോലെ കാണിക്കണം കേട്ടോ. ഇത് കണ്ടോ, കാവേരി പൂജ നടക്കുന്നുണ്ടോ. മഴയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ രാവിലെ 8 മണിക്ക് എടുത്ത് അമ്പലം തുറക്കുള്ളൂ. വൈകിട്ട് 6 മണി വരെ ഉള്ളൂ. കാവേരിയുടെ പൂജ കഴിഞ്ഞ് അവർ അടച്ചിട്ട് പോവും. പിന്നെ മേളിലോട്ട് കയറ്റി അടുത്ത് 2 സംഭവമുണ്ട്. ഒരു സിദ്ധിവിനായക സന്നിധിയുണ്ട്, ഒരു അഗസ്തീശ്വര സന്നിധിയുണ്ട്. അഗസ്തീശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവലിംഗ പ്രതിഷ്ഠയാണ്, മറ്റേ ഗണപതിയാണ്. ഞങ്ങളത് അവിടെ കണ്ടു കഴിഞ്ഞ് ഗേറ്റ് ഇറങ്ങുക കേട്ടോ. ഒന്നാമത് താമസിച്ച് പോയി, മഴയാണ്. പിന്നെ അതിൽ നിന്ന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങളതായിട്ട് നമ്മൾ വന്ന വഴി തന്നെ. വന്ന വഴി ടിപ്പു സുൽത്താൻ്റെ മറ്റേ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല, ഒന്നാം മഴയല്ലേ. ഇനി നമുക്ക് കാവേരി മാതാവിനെ പ്രതിഷ്ഠിക്കുന്ന സ്ഥലമുണ്ട്. അത് കൂർഗ് പോകുന്ന വഴിക്ക്. അവിടെ നിന്ന് 15 കിലോമീറ്റർ ദൂരെ കേട്ടോ. ഈ പാലത്തിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്ന ആ പാലത്തിന് എന്ന് പറഞ്ഞാൽ അത് പഴയ പാലമാണ്, പഴയ പാലം. പക്ഷെ ഇപ്പം അതിലെ വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല. അതിൻ്റെ സൈഡിൽ അവർ പണ്ട്, അതായത് ഇത് ഈ കാവേരി ഉത്സവം കണ്ടെടുത്ത നാളിൽ പ്രതിഷ്ഠിച്ച ഒരു സംഭവമായിരിക്കണേ. ഇവരെല്ലാം മറ്റേ ശൈവരായിരുന്നു കേട്ടോ. കാരണം ചെയ്തേക്കണ എല്ലാം ശിവലിംഗങ്ങളും
നന്ദിയൊക്കെയാണ്. അത് ആ മരത്തിന്റെ ചോട്ടിലേക്കാണ് ആ പഴയത് കേട്ടോ. ഇപ്പൊ പുതിയതായിട്ട് അവർ കാവേരി മാതാവിന്റെ ഒരു ബിംബമൊക്കെ പണിതിട്ടുണ്ട്. നല്ല നല്ല സാമാന്യം പൊക്കത്തുള്ള ഒരു കാവേരി മാതാവിനെ പണിത് വെച്ചേക്കണേ. അതായത് പഴയ പാലത്തിന്റെ പുതിയ പാലത്തിന്റെയും കൂടെ ഏകദേശം നടുക്കാണ്. പഴയ പാലത്തിൽ ഇപ്പം കടത്തി വിടുന്നില്ല. അതിന് നടുക്ക് മറ്റേ ഇതൊക്കെ പണിത് വെച്ചേക്കും, വണ്ടി പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും. എനിക്കൊന്ന് ഒത്തിരി കാലമായതായിരിക്കും പണിതിട്ട്. ഇപ്പൊ പുതിയ പാലത്തെ കൂടെ വിടുന്നത്. ഇത് കാവേരി മാതാവ് പണിത് വെച്ചേക്കണ എങ്ങനെയാണെന്നറിയോ? രണ്ട് സൈഡിൽ കൂടെ നമുക്ക് കയറി, നമ്മുടെ മറൈൻ ഡ്രൈവ് ഒക്കെ പോലെ രണ്ട് സൈഡിൽ കൂടെ കയറി വരാം. പിന്നെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്. വിളക്ക് കെടാത്ത രീതിയിലൊക്കെ ചെയ്തിരുന്നത്, നമ്മൾ ചെന്നപ്പോൾ കെട്ടിരിക്കുമായിരുന്നു. പിന്നെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കയ്യിലൊരു കുടം വെച്ചാൽ കുടത്തിൽ നിന്ന് കാവേരി ഇങ്ങനെ താഴോട്ട് വീഴുന്നവരാ വെച്ചേക്കണേ. കാവേരി ഉണ്ടല്ലോ, നമ്മളിപ്പം 10-20 കിലോമീറ്റർ മേളിൽ തലക്കാവേരിയിൽ ഒരു കുഞ്ഞ് ഒഴുകി വരുന്നുണ്ടല്ലോ, അതാണ് കണ്ടല്ലോ ഈ പാലം മൊത്തം കവർ ചെയ്ത് ഈ ഒഴുകുന്ന വലിയ കാവേരി. ഞങ്ങൾ ഇന്നത്തെ കാവേരി ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇനി ഞങ്ങൾ കൂർഗ് ലക്ഷ്യമൊക്കെ മഴയാന്നാ പറഞ്ഞ്. അവൻ ഞങ്ങൾ കാവേരിയോട് നന്ദി പറഞ്ഞ്, കാവേരി മാതാവിനോട് നന്ദി പറഞ്ഞ് ഞങ്ങളത് പതുക്കെ കൂർഗ് ലക്ഷ്യമാക്കി ഞങ്ങൾ പോവാട്ടോ. അപ്പം നമുക്ക് നാളെ കൂർഗിൽ കാണാം. അപ്പോൾ എല്ലാവരും വരുമല്ലേ? എന്നാ വാ, കയറിക്കോ.